Dear students, today we are going to study the second part of the first chapter, that is, what is psychology? If you have missed the first class, you can check its link from the description box of this video. Dear students, you have to keep in your mind that the topic we are going to discuss today is not so important from an examination point of view, but it will create a long-lasting influence in your life if you can implement it to your real life situation. I hope you can explore the vast everlasting areas of psychology through this class. Before we start, please give me 5 seconds of your time for a quick like, share and subscribe. Thank you very much, my dear. So, dear students, let's revise the key points we studied in the last class. Psychology is derived from two Greek words, psyche and logos, means mind and science. So, psychology is the science of mind. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്യാണ്. സൈക്കി, ലോഗോ രണ്ട് വാക്കിൽ നിന്നും നമ്മൾക്ക് സൈക്കോളജി സയൻസ് ഓഫ് മൈൻഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. Currently, psychology is defined as a science which studies experiences, mental process and behaviors. We have analyzed these three terms in detail in the last class. And we also found that the experiences may be due to the conscious, subconscious and unconscious states of our mind. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് സൈക്കോളജിയുടെ ഡെഫിനിഷൻ. അതിൽ വരുന്ന പ്രധാനപ്പെട്ട 3 ടേംസ് മെൻ്റൽ പ്രോസസ്, എക്സ്പീരിയൻസ്, ബിഹേവിയർ. ഇതിനെപ്പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ വീഡിയോ കാണാത്തവർ നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, അത് വെച്ച് കാണുക. നിങ്ങൾക്ക് സൈക്കോളജിയുടെ വാസ്റ്റ് ഏരിയാസിനെ കുറിച്ചുള്ള അറിവുകൾ ഈ ക്ലാസ്സിൽ നിന്നും ലഭിക്കും. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട്. നമ്മൾ പറഞ്ഞു കോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. ഇതിനെക്കുറിച്ച് എല്ലാം ഉള്ള അറിവ് നമുക്ക് സൈക്കോളജിയിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്നും. There are some esoteric experiences also which attract the attention of psychologists. Go through these pictures which will explain what is an esoteric experience. സൈക്കോളജിസ്റ്റുകൾ നമ്മുടെ മൈൻഡിൽ നടക്കുന്ന ചില എസോട്ടറിക് എക്സ്പീരിയൻസിനെ കുറിച്ചും കൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതെന്തായിരുന്നു എന്ന് നമുക്ക് ഈ ചിത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. The first one is a yogi meditates to enter a different level of consciousness and creates a new kind of experience. ഒരു യോഗി അദ്ദേഹം മെഡിറ്റേഷനിലൂടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ലൈഫിലേക്ക്, നോർമൽ ലൈഫിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു വേൾഡിലേക്ക് എത്തിച്ചേരുന്ന ഒരു എക്സ്പീരിയൻസ്. ആൻഡ് വി ഷുഡ് ഓൾസോ സേ ദിസ് ഈസ് എൻ എസറ്ററിക് എക്സ്പീരിയൻസ്. ഇത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ വ്യക്തിയാണ്, അത് അനുഭവിക്കുന്ന ആ വ്യക്തിയാണ്. എങ്കിൽ ആ വ്യക്തിയെ മാത്രമല്ല മറ്റുള്ളവരെയും കൂടി എഫക്റ്റ് ചെയ്യുന്ന ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടെ ഉണ്ട്. അതാണ് നമുക്ക് അടുത്തതായിട്ട് കാണാൻ കഴിയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് എ ഡ്രഗ് അഡിക്റ്റ് ടേക്സ് എ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഡ്രഗ് ടു ഗെറ്റ് എ ഹൈ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ഈവൻ ദോ സച്ച് എക്സ്പീരിയൻസസ് ആർ എക്സ്റ്റേണലി ഹാർംഫുൾ. ഉപദ്രവകരമായിട്ടുള്ള, സമൂഹത്തിനും വ്യക്തിക്കും അവൻ്റെ കുടുംബത്തിനും ഉപദ്രവകരമായിട്ടുള്ള ഒരു ഡ്രഗ് ഉപയോഗിക്കുക എന്നുള്ളതും ഒരു വ്യക്തിക്കുള്ളിൽ ആ വ്യക്തി അനുഭവിക്കാൻ കഴിയുന്ന ഒരു എസറ്ററിക് എക്സ്പീരിയൻസ് ആണ്. സോ ഓൾ ടൈപ്സ് ഓഫ് എക്സ്പീരിയൻസസ് ക്രിയേറ്റ്
certain impacts in everyone's mental process, regardless of human being or an animal. That was a quick roundup of the last class. So today we are going through some of the areas in which psychology interferes in our daily life. Now we are going to a new topic, psychology as a discipline. As we have considered psychology as a discipline, it is an approach to study behaviors and experiences. It should be done through an objective and scientific analysis. For getting authentic information, the study should be objective and systematic. ഒരു ഡിസിപ്ലിൻ എന്ന നിലയ്ക്ക് ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ് നമുക്ക് വേണ്ടതെങ്കിൽ അത് ഒബ്ജക്റ്റീവ് ആയിരിക്കണം എന്നാണ് സയൻറ്റിഫിക് അനാലിസിസിലൂടെ നമ്മൾ പറയുന്നത്. കൃത്യമായ ഡാറ്റ വെച്ച് കളക്ട് ചെയ്ത് കണക്ക് കൂട്ടി അത് നമുക്ക് പ്രൂവ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയണം. ഓക്കെ, others seek to explain behavior from the point of view of experiencing persons because they think that subjectivity is a necessary aspect of human experience. സൈക്കോളജിസ്റ്റ് പറയുന്നത് സബ്ജക്റ്റിവിറ്റിക്കും സെൽഫ് റിഫ്ലക്ഷനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത്. അപ്പോൾ ഒരു വിഭാഗം സൈക്കോളജിസ്റ്റ് ഒബ്ജക്റ്റിവിറ്റിക്കും സയൻറ്റിഫിക് അനാലിസിസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾ സബ്ജക്റ്റിവിറ്റിക്കും, അതായത് ഓരോ മനുഷ്യനും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്നുള്ള സബ്ജക്റ്റിവിറ്റിക്കും അവൻ്റേതായ ചിന്തകൾക്കും അവൻ്റെ സെൽഫ് റിഫ്ലക്ഷനും മനുഷ്യൻ്റെ സെൽഫ് റിഫ്ലക്ഷനും ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. Psychology as a young science, the first library of psychology was established in 1879 in Leipzig. It should be noted, dear students, the first psychological library is established in 1879 in Leipzig. It should be a one-word question too. Leipzig is a city in East Germany. The classification of psychology as a science still remains a matter of debate. We are moving to the vast areas of psychology here. Because of the new interference that have emerged in recent times, psychology is generally categorized as natural science as well as social science. At a time, it was a natural science and also a social science. As a subject of study, it offers undergraduate and postgraduate levels. You can see BSc and MSc courses under natural science and BA and MA courses under social science. It had diploma courses, certificate courses, PhDs also included in these areas. BSc or MSc degree will be awarded in science stream and BA and MA degree will be awarded in social science stream in universities. Two emerging disciplines which continuously borrow from psychology are neuroscience and computer science. In IT areas, both human-computer interaction and artificial intelligence cannot possibly grow without the psychological knowledge in cognitive process. നമുക്കറിയാം നാച്ചുറൽ സയൻസിൽ BSc MSc കോഴ്സസ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബട്ട് ആസ് എ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി ന്യൂറോ കമ്പ്യൂട്ടർ സയൻസും ഒക്കെ സൈക്കോളജിയുടെ ഒരു ഭാഗമായി വരുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. On the other hand, psychology as a social science focuses on how the interaction takes place between the person in the socio-cultural context. Two disciplines emerging from psychology are social psychology and social anthropology. What is social psychology? It is the study of how individual or group behavior is influenced by the presence of others.
എങ്ങനെയാണ് മറ്റുള്ളവരുടെ പ്രസൻസിൽ ഇൻഡിവിജ്വൽ ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ബിഹേവ് ചെയ്യുന്നത്, അതാണ് സോഷ്യൽ സൈക്കോളജി പറയുന്നത്. Then social anthropology is the study of human society and culture. It seeks to understand how people live in societies and how they take their life meaningful. എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്നത്, അവൻ്റെ കൾച്ചർ എങ്ങനെയാണ്, ആ കൾച്ചർ അനുസരിച്ച് അവൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നും എല്ലാം പറയുന്ന ഒരു ബ്രാഞ്ചാണ് സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറയുന്നത്. So we can also assume that psychology as a discipline today has parallel streams too. One which makes use of the method in physical and biological sciences, and the other which make use of method of social and cultural sciences. സൈക്കോളജിയുടെ പാരലൽ സ്ട്രീംസ് ആയി നമുക്കിനി ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസുകളെ കുറിച്ച് പറയാം, സോഷ്യൽ ആൻഡ് കൾച്ചറൽ സയൻസുകളെ കുറിച്ചും പറയാം. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ BSc MSc കോഴ്സുകളും BA MA കോഴ്സുകളും ആൻഡ് ഓൾസോ PhD ലെവലിലുള്ള കോഴ്സുകളും ഒക്കെ ആയി പോകുന്ന ചില ബ്രാഞ്ചസ് ആണ് സൈക്കോളജിയുടെ. In the first case, psychology focuses largely on biological principles to explain human behavior. Physical science is a study of innate natural objectives, including chemistry, geology, physics, and astronomy. Biological psychologists are interested in measuring biological, physiological, or genetic variables. ഫിസിക്കൽ സയൻസിൻ്റെ ഒരുപാട് ബ്രാഞ്ചസിനെ കുറിച്ച് നമ്മളിപ്പോൾ കേട്ടു. ബയോളജിക്കൽ സൈക്കോളജിയുടെ കുറേ ബ്രാഞ്ചസിനെ കുറിച്ചും നമ്മളിപ്പോൾ കേട്ടു. ഇത്രയധികം ബ്രാഞ്ചസ് സൈക്കോളജിയിൽ നിലവിലുണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് സൈക്കോളജിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ആൻഡ് വാട്ട് അബൌട്ട് സോഷ്യൽ സയൻസ്? As a social science, psychology overlaps with the disciplines of anthropology and sociology. Social cultural psychology is a set of fields that bring together psychology and social sciences such as sociology, anthropology, economics, and political science. The fundamental belief in cultural psychology is that not only human beings shape their cultures, but that cultures also shape human beings. നമ്മൾ നോക്കുമ്പോൾ ഒരു വെറൈറ്റി ഓഫ് ഡിസിപ്ലിൻസ് ഇതിൻ്റെ പാരലൽ സ്ട്രീംസിലായിട്ട് വരുന്നുണ്ട്. ജെൻഡർ സ്റ്റഡീസ് വരുന്നുണ്ട്, കൾച്ചറൽ സൈക്കോളജി വരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു കൾച്ചർ ഒരു മനുഷ്യനെ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി എങ്ങനെയാണ് ഒരു കൾച്ചറിനെ ഫോം ചെയ്യുന്നത്, ഇത് രണ്ടും സംഭവിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു പഠനമാണ് കൾച്ചറൽ സൈക്കോളജിയിൽ വരുന്നത്. So here we can see that a number of disciplines, a number of courses is to become under psychology, and you can explore it later after your course. Then we also notice that psychologists use different approaches and methods in research. Convergence and divergence are two of the terms in psychology. Convergent thinking focuses on finding one well-defined solution of the problem. Divergent thinking is the opposite of the convergent thinking and involves more creativity. സൈക്കോളജിയിൽ കൺവേർജൻ്റ് തിങ്കിങ്ങും ഡൈവേർജൻ്റ് തിങ്കിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്താണ് കൺവേർജൻ്റ് തിങ്കിങ്? എല്ലാവരും പഠിക്കുന്നു, ഞാനും പഠിക്കുന്നു. എല്ലാവരും +2 ചെയ്യുന്നു, ഞാനും +2 ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ സൈക്കോളജി എടുത്തത്? ദർ യു തിങ്ക്, അല്ലേ? ഒന്ന് മാറി ചിന്തിച്ചു, ഈ സൈക്കോളജി ഒന്ന് പഠിച്ചാലോ എന്ന്, അല്ലേ? ദാറ്റ് ഈസ് എ ഡൈവേർജൻ്റ് തിങ്കിങ്. ഇപ്പോൾ എത്രയോ അമ്മമാർ പഠിക്കുന്നു, ഡിഗ്രിയും PGയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് പാരൻസ് ഉണ്ട്, അവരുടെ ജോലിക്കൊപ്പം ചെയ്യുന്നുണ്ട്.
പാർട്ട് ടൈം ആയിട്ട് ഓൺലൈനിൽ ഇരുന്ന് പഠിക്കുന്നു. എൻ നമ്പർ ഓഫ് കോഴ്സസ് യു ഹാവ്, എക്സ്പെഷ്യലി ഇൻ സ്വയം എന്നൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഫ്രീ ആയിട്ട് പഠിക്കാവുന്ന ഒരുപാട് കോഴ്സസ് ഉണ്ട്. സോ ദാറ്റ് വാസ് എ ഡൈവേർജൻറ്റ് തിങ്കിങ്. ഡിഗ്രിക്കും ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാം, ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് പഠിക്കാം, അതെല്ലാം ഒരു ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ്. സോ സൈക്കോളജിയുടെ എൻ നമ്പർ ഓഫ് കോഴ്സസിൻ്റെ ഒരു യൂസ്, അതിൻ്റെ ഒരു ഉപയോഗം, അത് ആഫ്റ്റർ യുവർ 2 year ഓഫ് ക്ലാസ്സസ്, നിങ്ങളുടെ 2 വർഷത്തെ ക്ലാസ്സിന് ശേഷം സൈക്കോളജിയുടെ എൻ നമ്പർ ഓഫ് കോഴ്സസിൻ്റെ അവൈലബിലിറ്റി നിങ്ങൾക്കുണ്ടാവും. അത് നിങ്ങൾ ഉപയോഗിക്കും എന്ന് ഞാൻ കരുതുന്നു. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് സൈക്കോളജി ഈസ് എ multidisciplinary discipline and importance was given to scientific study and verifiable methods. Psychology acts as a bridge between natural science and social science. Psychology നാച്ചുറൽ സയൻസിനും സോഷ്യൽ സയൻസിനും ഇടയിൽ ഒരു ബ്രിഡ്ജായിട്ട് നിൽക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. Let us now discuss these two streams separately. Psychology as a natural science. എന്തുകൊണ്ടാണ് നമ്മൾ സൈക്കോളജിയെ നാച്ചുറൽ സയൻസ് എന്ന് പറയുന്നത് എന്ന് നോക്കാം. Psychology has its roots in philosophy. Modern psychology has developed because of the application of scientific method to study. Science places a great deal of emphasis on objectivity. Psychology has influenced by Descartes and later on by the developments of physics. A hypothetic deductive method was also adapted. നമുക്കിങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, സയൻറ്റിഫിക് മെത്തേഡാണ് നമ്മൾ സൈക്കോളജിയിൽ ഉപയോഗിക്കുന്നത്. ഒബ്ജക്റ്റിവിറ്റിക്കാണ് ഇതിൽ ഇമ്പോർട്ടൻസ്. ഡെസ്കാർട്ടസ് ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ദെൻ ഇതിൽ പ്രധാനമായി അഡോപ്റ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെത്തേഡാണ് ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് മോഡൽ. എന്താണ് ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് മോഡൽ എന്ന് നമുക്ക് നോക്കാം. The model suggests that scientific advancement can take place if you have a theory to explain phenomena. നമ്മുടെ കയ്യിൽ ഒരു ഫിനോമിനനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു തിയറി ഉണ്ട് എങ്കിൽ, ഏതെങ്കിലും ഒരു ഫിനോമിന, ഏതെങ്കിലും ഒരു കാര്യം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒരു തിയറി ഉണ്ടോ, അതിനെയാണ് നമ്മൾ ഹൈപ്പോത്തറ്റിക് ഡിഡക്റ്റീവ് മോഡൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, physicists have what is called a Big Bang theory to explain how the universe came to be formed. എങ്ങനെയാണ് യൂണിവേഴ്സ് ഉണ്ടായത്, ഈ ലോകം എങ്ങനെയാണ് ഫോം ചെയ്തത് എന്നതിനെപ്പറ്റി ഫിസിക്സ്റ്റുകളുടെ ഒരു തിയറി ഉണ്ട്. ആ തിയറി തന്നെയാണ് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത്. Scientists propose a hypothesis that offers a tentative explanation of how a certain phenomena takes place. ബിഗ് ബാങ് തിയറിയിൽ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഒരു ഫിനോമിന ഉണ്ടായത് എന്ന് നമ്മൾ പറയുന്നു. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ആ കാര്യം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അതിനൊരു ടെൻറ്റേറ്റീവ് എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നോ എന്ന് നോക്കുന്നതാണ് ഈ മോഡൽ. The hypothesis, when is tested with the empirical data that has gathered and proved true or false based on the hypothesis, the theory applied and will be revised according to the date. ഈ ഹൈപ്പോത്തിസിസ് നമ്മളൊരു കാര്യം പറഞ്ഞു വെച്ചു, ആ ഹൈപ്പോത്തിസിസ് നമ്മൾ പ്രൂവ് ചെയ്യണം. നമുക്ക് ലഭിച്ച എംപീരിക്കൽ ഡാറ്റ വെച്ചിട്ട് അത് നമ്മൾ പ്രൂവ് ചെയ്യണം, അത് ടെസ്റ്റ് ചെയ്യണം, വെരിഫൈ ചെയ്യണം. അത് ശരിയാണോ തെറ്റാണോ ഒന്ന് നോക്കണം. അത് ശരിയാണെങ്കിൽ നമ്മളതിനെ അപ്ലൈ ചെയ്യണം. ഇനി അതിലെന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം, അത് റിവൈസ് ചെയ്യണം. Then, using this model, psychologists have developed theories of learning, memory, attention, perception, motivation, emotion, etc. and have made significant progress. ഈ കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള തിയറീസ് കൊണ്ടുവന്നത് ഈ ഹൈപ്പോത്തസിസുകളെ ബേസ് ചെയ്തിട്ടാണ്. ഹൈപ്പോത്തസിസുകളെ ബേസ് ചെയ്യുമ്പോഴാണ് നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ദെൻ അത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ.
Physicists have also been influenced by evolutionary approach. എവല്യൂഷണറി അപ്രോച്ചുകളും സൈക്കോളജിസ്റ്റുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. This approach has also been used to explain diverse kinds of psychological phenomena such as attachment and aggression. അറ്റാച്ച്മെൻറ്റും അഗ്രഷൻ പോലുള്ള ഡൈവേഴ്സ് ഫിനോമിനകളെ പ്രൂവ് ചെയ്യാനായിട്ട് ഈ അപ്രോച്ച്, അതായത് എവല്യൂഷണറി അപ്രോച്ച് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി പോകേണ്ട കാര്യമുള്ളൂ. ഇതൊന്നും ഈ പോയിന്റ്സ് ഒന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നു, ഹൈപ്പോത്തിസിസ് വെച്ചിട്ട് അത് നമ്മളുണ്ടാക്കിയ തിയറി കറക്റ്റാണോ എന്നുള്ളത് പ്രൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് റിവൈസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. Then once again I remind you, don't forget to like, share and subscribe to our channel so that we are able to provide you with more free YouTube classes in other subjects also. Classes in 11th standard history and our music videos will also be available as podcast. പോഡ്കാസ്റ്റുകളായ നമ്മുടെ ഹിസ്റ്ററി ക്ലാസ്സുകളും UGC നെറ്റിൻ്റെ ക്ലാസ്സുകളും മ്യൂസിക് വീഡിയോസും അവൈലബിൾ ആണ്. So let's move on to the next topic, psychology as a social science. Dear students, we have already learned that psychology is recognized more as a social science because it studies the behavior of human beings in their socio-cultural context. Humans are not only influenced by their socio-cultural context, but they are the creators of socio-cultural environments also. നമ്മൾ സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ ജീവിക്കുന്നു, ഒരു പ്രത്യേക സൊസൈറ്റിയിൽ ജീവിക്കുന്നു, അവിടുത്തെ കൾച്ചർ ഫോളോ ചെയ്യുന്നു എന്ന് മാത്രമല്ല, അതോടൊപ്പം നമ്മൾ പുതിയൊരു സോഷ്യോ കൾച്ചർ ഉണ്ടാക്കുക കൂടി ചെയ്യുന്നുണ്ട്. സൊസൈറ്റിയിൽ എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദീസ് ചേഞ്ചസ് ആർ ഓൾസോ ബിക്കോസ് ഓഫ് അവർ എഫേർട്സ്. നമ്മുടെ സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റിൽ മാറ്റങ്ങൾ വരുത്തുന്നതും നമ്മൾ തന്നെയാണ്. നമുക്കിവിടെ നമ്മുടെ ടെക്സ്റ്റിൽ വളരെ സുന്ദരമായിട്ടുള്ള ഒരു കൊച്ചു സ്റ്റോറി ഉണ്ട്, അതിലേക്ക് കിടക്കാം. ദിസ് ഇസ് എ സ്മോൾ ലവിങ് സ്റ്റോറി ഓഫ് ടു ഫ്രണ്ട്സ്, രഞ്ജിത ആൻഡ് Shabnam. Just a glance about the story. Ranjita and Shabnam were in the same class but were from different backgrounds and personalities. Ranjita came from a farmer's family. Her grandpa, parents, and elder brother worked on their farm and lived together. Ranjita was a good athlete and was the best long distance runner in the school. She loved meeting people and making friends. Shabnam lived with her mother. Her father worked in an office in a town and came home during holidays. Shabnam was a good artist and loved staying home and taking care of her younger brother. She was shy and avoided meeting people. There was a heavy rain and the nearby river overflooded into the village. The villagers got together and organized help. Shabnam's house was also flooded and she came to live in Ranjita's house with her mother and brother. Ranjita was happy helping the family. When the river water receded, Ranjita's mother and grandmother helped Shabnam's mother to set up their house. The two families became very close. Ranjita and Shabnam also became very good friends. Now let's evaluate this story. I think the most important part in this lesson is this story. This story will be fruitful if your teacher will explain it to you in a real life situation. ഒരു കൊച്ചു കഥയാണ് നമ്മളിവിടെ പറഞ്ഞത്. രഞ്ജിതയുടെയും സുഹൃത്തായ ഷബ്നത്തിൻ്റെയും കഥ. രണ്ടുപേരും ഒരു ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരാൾ അത്ലറ്റാണ്, മറ്റേയാൾ ഒരു ആർട്ടിസ്റ്റാണ്.
ഒരു ദിവസം ഫ്ലഡ് വന്നപ്പോൾ ഷബ്നത്തിൻ്റെ വീട്ടിൽ വെള്ളം കയറുകയും അവർ രഞ്ജിതയുടെ വീട്ടിലേക്ക് വരികയും ചെയ്തു. ഫ്ലഡ് കഴിഞ്ഞതിന് ശേഷം ഷബ്നത്തിന് വീട് വയ്ക്കാൻ രഞ്ജിതയുടെ വീട്ടുകാർ സഹായിച്ചു. അവർ രണ്ട് ഫാമിലിയും നല്ല ഫ്രണ്ട്സായി. രഞ്ജിതയും ഷബ്നവും വീണ്ടും കൂടുതൽ അടുപ്പമുള്ള ഫ്രണ്ട്സായി. ഇതാണ് നമ്മുടെ ഈ സ്റ്റോറി. ഇത് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നമുക്ക് ഈ സ്റ്റോറിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞത്? നമ്മൾ പലപ്പോഴും റിയൽ ലൈഫ് സിറ്റുവേഷനിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴും നമുക്ക് ആ റിയൽ ലൈഫ് സിറ്റുവേഷനെ അതിനെ തരണം ചെയ്യാനായിട്ട് കഴിയാറില്ല. നമ്മുടെ ഓരോ എക്സ്പീരിയൻസുകളും നമ്മളെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ എങ്ങനെ ആക്ട് ചെയ്യണമെന്ന്, എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഈ സ്റ്റോറി വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. Becoming a part of farmer's family, Ranjita was able to become a good athlete and was the best long distance runner too. She lived in a small society of grandparents, parents, and elder brother. This created an attitude of love, meeting people, and making friends. രഞ്ജിത ഒരു ഫാമേഴ്സിൻ്റെ ഫാമിലിയിലാണ് ജീവിച്ചത് എന്നുകൊണ്ട് തന്നെ ഒരു അത്ലറ്റ് ആവാനുള്ള എല്ലാ കഴിവുകളും ആ ഒരു എൻവയോൺമെൻറ്റിൽ നിന്നും തന്നെ രഞ്ജിതയ്ക്ക് ലഭിക്കുകയായിരുന്നു. അതോടൊപ്പം രഞ്ജിത ഒരു കൂട്ടുകുടുംബത്തിലാണ് ജീവിച്ചത്. ഗ്രാൻഡ് ഫാദർ, പാരൻസ്, എൽഡർ ബ്രദറൊക്കെയുള്ള ഒരു ഫാമിലിയിലാണ് ജീവിച്ചത് എന്നുള്ളതുകൊണ്ട് ഷീ ലവ്ഡ് ടു ബി മീറ്റിംഗ് വിത്ത് അതർ പീപ്പിൾ. മറ്റുള്ളവരുമായി എങ്ങനെ എൻഗേജ് ചെയ്യണമെന്ന്, മറ്റുള്ളവരുമായി എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ആ കുട്ടിക്ക് നല്ല രീതിയിൽ അറിയാമായിരുന്നു. അപ്പോൾ ആളുകളെ മീറ്റ് ചെയ്യാനും കൂടുതൽ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനും രഞ്ജിത വളരെ ഇഷ്ടമുള്ള ഒരു കുട്ടിയായിരുന്നു. Then what about Shabnam? She lived with her mother, so she was a little bit shy, avoided meeting people, and loved staying at home. Such people always become nature lovers and good artists too. ഷബ്നം അവരുടെ അമ്മയുടെ കൂടെയാണ് ജീവിച്ചത്. അമ്മയും ഷബ്നവും അനിയനും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. സോ ഒരു റെസ്ട്രിക്റ്റഡ് ഫാമിലി ആയിരുന്നു ഷബ്നത്തിൻ്റേത്. അതുകൊണ്ട് തന്നെ ഷബ്നം ജീവിതത്തിൽ ഒരു ഷൈ പേഴ്സണാലിറ്റിയാണ് ഷബ്നത്തിന് വളർത്തിയെടുക്കാൻ കഴിഞ്ഞത്. ആൻഡ് സോ ഷീ അവോയ്ഡഡ് മീറ്റിംഗ് പീപ്പിൾ. ആളുകളെ മീറ്റ് ചെയ്യാനായിട്ടും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഷബ്നത്തിന് വളരെ ഷൈനസ് അനുഭവപ്പെടുമായിരുന്നു. പക്ഷേ ദീസ് കൈൻഡ് ഓഫ് ചിൽഡ്രൻ അവർ നേച്ചർ ലവേഴ്സ് ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആൻഡ് ഷീ ഈസ് എ ഗുഡ് ആർട്ടിസ്റ്റ് ടു. നന്നായി വരയ്ക്കുന്ന ഒരു കുട്ടിയാണ്, നല്ലൊരു ആർട്ടിസ്റ്റാണ് ഈ കുട്ടി. ആൻഡ് ലൈവോട് സ്റ്റേയിങ് ഇൻ ഹോം. ഈ കുട്ടി വീട്ടിൽ സ്റ്റേ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. അപ്പോൾ രണ്ട് കുട്ടികളുടെയും എൻവയോൺമെൻറ്റ്, അവരെങ്ങനെയാണ്, ഏത് വീട്ടിലാണ് ജനിച്ചത്, ഏത് സാഹചര്യത്തിലാണ് വളർന്നത്, എന്താണ് അവരുടെ ലൈവ്ലിഹുഡ് എന്നതനുസരിച്ച് ഇവരുടെ ഓരോ കുട്ടികളുടെയും ജീവിതത്തിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ആൻഡ് വാട്ട് അബൌട്ട് ദി സോഷ്യൽ പ്രെജുഡൈസ് ഇൻ ഫാമിലീസ്? Most of the family members are not at all interested in helping others. If it was a relative, not at all. But here, Ranjita's mother and grandmother helped Shabnam's mother. The two families became very close. Ranjita and Shabnam also became very good friends. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾ മറ്റൊരാളെ സഹായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. ഇവിടെ നമ്മൾ കാണുന്നു രഞ്ജിതയുടെ മദറും ഗ്രാൻഡ് മദറും ഷബ്നത്തിൻ്റെ അമ്മയെ വീട് വയ്ക്കാൻ സഹായിച്ചതായിട്ട്. നമ്മുടെ നാട്ടിലുള്ള ഒരു ട്രെൻഡ് വെച്ച് നോക്കിയാൽ ആണുങ്ങൾ സഹായിക്കാൻ ആഗ്രഹിച്ചാൽ പോലും വീട്ടിലെ സ്ത്രീകൾ വേണ്ട എന്ന് പറയും, അല്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്നത്. ദ ടു ഫാമിലീസ് ബിക്കെയിം വെരി ക്ലോസ് എന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം സഹായിച്ചു എന്ന് വെച്ചാൽ ഇനി അടുത്ത പ്രാവശ്യം ഫ്ലഡ് വരുമ്പോൾ നമ്മൾ സഹായിക്കേണ്ടി വരും. അതുകൊണ്ട് അധികം അടുപ്പത്തിനൊന്നും പോകണ്ട, ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യം അവർക്ക് ലഭിക്കുമല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയുടെ ഒരു ചിന്താഗതിയായി വരാനുള്ള സാധ്യത. ഷബ്നം ആൻഡ് രഞ്ജിത ബിക്കെയിം ഗുഡ് ഫ്രണ്ട്സ്. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ മക്കളോട് പറയും,
അവരായിട്ട് അധികം അടുപ്പത്തിന് ഇനി പോകണ്ട. വീണ്ടും ഒരു ഫ്ലഡ് വന്നാൽ നമുക്ക് ഇതേ സിറ്റുവേഷൻ നേരിടേണ്ടി വരും, സഹായിക്കേണ്ടി വരും അല്ലേ? അതാർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഒരാൾക്ക് മറ്റൊരാളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സോ റിയൽ ലൈഫ് സിറ്റുവേഷനാണ് ഇവിടെ നമുക്ക് ഈ സ്റ്റോറിയിൽ തന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ അവൻ ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നുള്ള പഠനമാണ് നമ്മൾക്ക് ഈ സ്റ്റോറിയിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. Then what about the community members? The attitude of community members is unpredictable. Sometimes they became quite helpful and self-sacrificing in crisis, as was the case of Ranjita and Shabnam. But not every villager was equally helpful. Sometimes people become antisocial under similar circumstances, indulging in looting and exploiting. Thus, psychology is a social science which focuses on the individual and communities in relation to their socio-cultural and physical environment. ചില ആളുകൾ, ചില സൊസൈറ്റി വളരെ ഹെൽപ്ഫുള്ളും സെൽഫ് സാക്രിഫൈസിങ്ങും ആയിരിക്കും. എന്നാൽ സം വില്ലേജസ്, ചില ആളുകൾ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിലും ലൂട്ടിങ്ങിലും എക്സ്പ്ലോയിറ്റിങ്ങിനും ഒക്കെ ഒരു ക്രൈസിസ് വരുന്ന സാഹചര്യം ഉപയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇറ്റ് ഡിഫർ ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. അത് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ബിഹേവിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. Here we have an example of helpful and self-sacrificing behavior in crisis which happened in Kerala. The fishermen were the real heroes in flood 2018. There should be variation in community response in different circumstances. Not every individual or community act as the same way. എല്ലാ ഇൻഡിവിജ്വൽസും എല്ലാ കമ്മ്യൂണിറ്റിയും ഒരുപോലെയല്ല ബിഹേവ് ചെയ്യുന്നത്. 2018 ഫ്ലഡ് നമ്മളെ പഠിപ്പിച്ച പാഠങ്ങൾ 2023 ആയപ്പോഴേക്കും നമ്മൾ മറന്നു തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് സൈക്കോളജി ഈസ് എ ഡിസിപ്ലിൻ ഡീലിംഗ് വിത്ത് സോഷ്യൽ ഇൻറ്ററാക്ഷൻ, ഗ്രൂപ്പ് ബിഹേവിയർ ആൻഡ് കൾച്ചറൽ ഫിനോമിന. Importance was given to interdisciplinary approach in social psychology. The psychological principles should be integrated with sociological and anthropological perspectives. It will give remarkable contributions to addressing real-world social issues. Some examples are prejudice, stereotypes, conformity, and group dynamics. നമ്മൾ പറഞ്ഞു സോഷ്യൽ സയൻസ് ഒരു ഡിസിപ്ലിനാണ്. എന്തിനെപ്പറ്റി പഠിക്കുന്നതാണ്? സോഷ്യൽ ഇൻട്രാക്ഷനും ഗ്രൂപ്പ് ബിഹേവിയറും കൾച്ചറൽ ഫിനോമിനയും ഒക്കെ പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ്. നമ്മൾ സോഷ്യോളജിക്കൽ ആൻഡ് ആന്ത്രപ്പോളജിക്കൽ പേഴ്സ്പെക്റ്റീവ്സിൽ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിളിനെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് എന്ത് ലഭിക്കുന്നു? നമുക്ക് റിയൽ വേൾഡ് സിറ്റുവേഷനിലെ സോഷ്യൽ പ്രോബ്ലംസിനെ നമുക്ക് അനലൈസ് ചെയ്യാനും പഠിക്കാനും ചേഞ്ചസ് വരുത്താനും നമുക്ക് കഴിയുന്നു. ഇത്തരം ചില റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ കാണുന്ന സോഷ്യൽ ഇഷ്യൂസ് ആണ് നമ്മൾ പറഞ്ഞത് prejudice, stereotypes, conformity and group dynamics. എന്താണ് ഈ പറഞ്ഞ സാധനങ്ങൾ? നമുക്ക് ഈ 4 എന്താണെന്ന് നോക്കാം. What is prejudice? Yes, the first picture shows about the prejudice. Some of the prejudices in society says that girls are more fragile. Girls are more fragile and boys don't cry. നമുക്ക് ചില സൊസൈറ്റികളിലെ ഒരു പ്രെജുഡൈസ് ആണ്, ഒരു മുൻവിധിയാണ്. എന്താ അവർ പറയും? പെൺകുട്ടികളാണ് കരയുള്ളൂ, ആൺകുട്ടികൾ കരയില്ല എന്ന് പറയും. പെൺകുട്ടികൾ ഒരു ധൈര്യമില്ലാത്തവരാണ്, ആൺകുട്ടികൾ നല്ല ധൈര്യശാലികളാണെന്ന് പറയും അല്ലേ? അത്തരം ചില പ്രെജുഡൈസ് നമ്മൾ എല്ലാ സൊസൈറ്റിയിലും കാണുന്നു. Then moving on to the next term, stereotype. What is the meaning of stereotype? A stereotype is a generalized belief about a particular category of people.
It is an expectation that people might have about every person in a particular group. ഓരോ കമ്മ്യൂണിറ്റിക്കും ഓരോ വ്യക്തികളെ കുറിച്ചൊരു ജനറലൈസേഷൻ ഉണ്ടാവും. സ്ത്രീകൾ കുട്ടികളെ കെയർ ചെയ്ത് വീട്ടിലിരിക്കേണ്ടതാണ്, പുരുഷന്മാർ പുറത്തുപോയി ജോലി ചെയ്യേണ്ടതാണ്. ഒരു സ്റ്റീരിയോ ടൈപ്പ്, അവർക്കൊരു ജോലി അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഒരു സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ ജോലി ഒരു കമ്മ്യൂണിറ്റീസും അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർ ആ ജോലി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് എ സ്റ്റീരിയോ ടൈപ്പ്. ഈ ചിന്തകളെയൊക്കെ നമ്മൾ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സ്റ്റീരിയോ ടൈപ്പ് ചിന്താഗതികളൊക്കെ പഴഞ്ചൻ സൊസൈറ്റീസ് പാലിക്കുന്നതാണ്. നമ്മളതൊക്കെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ അവർ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഇതൊക്കെ പഠിക്കുന്നത്, ഇതൊക്കെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് പഠിക്കണം. അതുകൊണ്ടാണ് സോഷ്യൽ സയൻസസ് സൈക്കോളജിയുടെ പാർട്ടായിട്ട് ഇതെല്ലാം പഠിപ്പിക്കുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടേം. The third example is about conformity. It is an act of matching attitudes, beliefs, and behaviors to group norms, politics, or being like-minded. Norms and rules shared by the group of individuals that guide their interactions with others. It may be the most dangerous one. Prejudices and stereotypes will affect person by person, and one can overcome it through their self-confidence. Conformity will destroy not only a society but also a nation. എന്താണ് കൺഫോമിറ്റി എന്ന് പറയുന്നത്? അതൊരു ഗ്രൂപ്പിന്റെ നോംസ് ആണ്. കണ്ടോ, എല്ലാവരുടെ തലയും ഒരുപോലെ ഇരിക്കുന്നു, എല്ലാവർക്കും ഒരേ മുഖംമൂടിയാണ്, എല്ലാവരും പല വ്യക്തികളാണ്. ഇതിലുള്ള എല്ലാ വ്യക്തികളും പല പല വ്യക്തികളാണ്. കൈയിൻ്റെ നിറത്തിൽ വ്യത്യാസമുണ്ട്, അവരിട്ടിരിക്കുന്ന ഷർട്ടുകളിൽ വ്യത്യാസമുണ്ട്. ബട്ട് അവരുടെ മുഖംമൂടി ഒന്നാണ്. അവരെല്ലാം ഒരേ ചിന്താഗതിയെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അതായത് ഒരാൾ ഒരു ഐഡിയ കൊണ്ടുവന്നു, ഒരാൾ ഒരു പോളിസി പറഞ്ഞു, ഒരാൾ ഒരു ഗ്രൂപ്പ് നോം കൊണ്ടുവന്നു. ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ആ നോംസിനെ അംഗീകരിക്കുന്നവരാണ്. പ്രത്യേകിച്ചും പൊളിറ്റിക്സിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചില ചില ഗ്രൂപ്പുകളിൽ നോക്കുകയാണെങ്കിൽ ഒക്കെ നമുക്കത് കാണാൻ കഴിയും. ഒരാൾ എന്ത് പറയുന്നു അതുപോലെ മറ്റെല്ലാവരും അംഗീകരിച്ച് അതുപോലെ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾ. ദാറ്റ് ഈസ് ദ കൺഫോമിറ്റി. ഇവിടെ ഇൻഡിവിജ്വൽ ലൈഫിനോ ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾക്കോ ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. ഇത്തരം കൺഫോമിറ്റി എന്നുള്ള ചിന്താഗതി സൊസൈറ്റീനെ തളർത്തുകയാണ് ചെയ്യുന്നത്. Then the last one is group dynamics. It changes the behavior through interaction in the group. Most of the leading companies select their candidates through these methods. ഇന്നത്തെ കാലത്ത് പ്രധാനപ്പെട്ട എല്ലാ കമ്പനീസും അവരുടെ ഇൻ്റർവ്യൂ നടത്തുന്നത് ഒരു ഗ്രൂപ്പ് ഇൻ്റർവ്യൂ, ഒരു ഗ്രൂപ്പ് സെഷൻ വെച്ചിട്ട്. അതിലൂടെ അവർ നല്ല ഇൻട്രാക്റ്റീവായി പ്രവർത്തിക്കാൻ കഴിയുന്ന വ്യക്തി ആരാണ്, നന്നായി ഇൻട്രാക്ട് ചെയ്യുന്ന വ്യക്തി ആരാണ്, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തി ആരാണ്, എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തി ആരാണ്, അംഗീകരിക്കാൻ കഴിവുള്ള വ്യക്തി ആരാണ്, എങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഒരു വ്യക്തി ഇൻട്രാക്ട് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് പല കമ്പനീസും ഇപ്പോൾ ഇൻ്റർവ്യൂ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെയാണ് നടത്തുന്നത്. സോ ഒരു ഗ്രൂപ്പ് ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് അവിടെ ഒരു ഗ്രൂപ്പ് ഡൈനാമിക് വരുന്നത്. പഠന കാര്യത്തിലും ജോലി കാര്യത്തിലും ഒക്കെ ഇത്തരം ഗ്രൂപ്പ് ഡൈനാമിക് നമുക്ക് യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നമ്മുടെ UGC നെറ്റിൻ്റെ ക്ലാസ്സുകളൊക്കെ ഇത്തരം ഗ്രൂപ്പ് ഡൈനാമിക്സിലൂടെയാണ് നടന്നു പോകുന്നത്. പലരുടെയും അഭിപ്രായങ്ങൾ, കൊച്ചു കൊച്ചു ഗ്രൂപ്പുകൾ, പലരുടെയും അഭിപ്രായങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. സോ നല്ല രീതിയിൽ അത് പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നു. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് മൈൻഡ് ആൻഡ് ബിഹേവിയർ. The historical view emphasizes psychology as a science in the mind. The mind has a taboo in psychology for many decades because it could not be defined in concrete behavioral terms or it
or its location could not be indicated. Due to the contributions of neuroscientists like Roger Walcott Sperry and physicists like Roger Penrose, the term mind is returned to the psychology. There are scientists in various disciplines, including psychology, think that a unified theory of the mind is a possibility. മൈൻഡും ബോഡിയും തമ്മിലുള്ള ഒരു ബന്ധം, അതിനെപ്പറ്റി പഠിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ രണ്ട് സയൻറ്റിസ്റ്റ് നടത്തിയതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. The first one was neuroscientist. His name is Roger Walcott Sperry. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ്. And the second one was Roger Penrose. അദ്ദേഹത്തിനും ഫിസിക്സിൽ നോബൽ സമ്മാനം ലഭിച്ച ഒരു വ്യക്തിയാണ്. ഇവർ രണ്ടുപേരും മൈൻഡിനെ കുറിച്ചുള്ള പഠനം നടത്താൻ ശ്രമിച്ചു. അവസാനം അവർ പറഞ്ഞു ഒരു യൂണിഫോം തിയറി, മൈൻഡിനെ കുറിച്ചുള്ള ഒരു യൂണിഫോം തിയറി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും എന്ന് മനസ്സിലാക്കി തന്ന രണ്ട് വ്യക്തികളാണ് ഇവർ. It is true that the mind cannot exist without a brain, but the mind is a separate entity. Relationship between mind and brain exists despite the brain damage. The cases of individuals with brain damage about intact minds give examples. മൈൻഡും ബ്രെയിനും തമ്മിലുള്ളത് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൈൻഡ് ആൻഡ് ബ്രെയിൻ, അതിനെപ്പറ്റി ചില പഠനങ്ങൾ നടത്തുകയുണ്ടായി. അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ബ്രെയിൻ ഡാമേജ് ഉള്ള വ്യക്തികൾക്കും ആ ഒരു മൈൻഡ് പവർ, മൈൻഡ് പ്രവർത്തിക്കാനുള്ള ഒരു പവറുണ്ട് അല്ലെങ്കിൽ ഒരു കഴിവുണ്ട് എന്നാണ് സയൻറ്റിസ്റ്റുകൾ മനസ്സിലാക്കിയത്. Patients with occipital lobe, which are responsible for vision damage but found to be responding correctly to location and configuration of visual cues. Another example is a case of an featured athlete who lost his arm in a motorcycle accident but continued to feel an arm and also continued to feel its movement. രണ്ട് കേസുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഒക്സിപിറ്റൽ ലോബിൽ ഡാമേജ് വന്നിട്ടും ആ വിഷ്വൽസ് മനസ്സിലാക്കാനായിട്ട് ഒരു വ്യക്തിക്ക് കഴിയുന്നു. ആൻഡ് മറ്റൊരു വ്യക്തിക്ക് ഒരു കൈ നഷ്ടപ്പെട്ടെങ്കിൽ, ഒരു അത്ലറ്റായ വ്യക്തിക്ക് ഒരു കൈ നഷ്ടപ്പെട്ടു എങ്കിലും ആ വ്യക്തിക്ക് ആ കൈ ഉള്ളതായി ഫീൽ ചെയ്യാനായിട്ട് കഴിയുന്നു. സോ മൈൻഡിൻ്റെ പവർ ഇവർക്ക് രണ്ടുപേർക്കും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. Similarly, in the case of a young man who suffered brain injury in an accident, claimed that his parents had been replaced by their duplicates. They were imposters. അതുപോലെ തന്നെ ഒരു ആക്സിഡൻറ്റിൽ ബ്രെയിൻ നഷ്ടപ്പെട്ട വ്യക്തി അവരുടെ പാരൻസിനെ ബ്ലെയിം ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം അവർ ഡ്യൂപ്ലിക്കേറ്റ്സിനെ വെച്ച് ഈ മനുഷ്യനെ പറ്റിച്ചു എന്നാണ് പറയുന്നത്. സോ ഇവർക്കൊക്കെ അവരുടെ മൈൻഡ് പവർ, ആക്സിഡൻറ്റ് പറ്റിയെങ്കിലും ചില അംഗവൈകല്യങ്ങൾ സംഭവിച്ചെങ്കിലും ബ്രെയിനിലെ ചില ഭാഗങ്ങൾക്ക് നഷ്ടം വന്നെങ്കിലും ആ മൈൻഡ് പവർ ഇവർക്കാർക്കും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. സോ മൈൻഡും ബ്രെയിനും തമ്മിൽ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ട് എന്നാണ് ഈ സയൻറ്റിസ്റ്റുകൾ പ്രൂവ് ചെയ്യുന്നത്. The earlier scientists believed that there is no relationship between the mind and the ബോഡി. ആദ്യകാലത്തെ സയൻറ്റിസ്റ്റ് മൈൻഡും ബോഡിയും തമ്മിൽ ഒരു ബന്ധമില്ല എന്നാണ് വിശ്വസിച്ചിരുന്നത്. Recent studies in affective neuroscience showing a relationship between mind and behavior. The influence of positive visualization techniques can bring significant changes in bodily processes. Dean Ornish is considered to be the father of lifestyle medicine. His patient with blocked arteries was made to visualize that blood was flowing through the blocked arteries. After practicing this over a period of time, the degree of blockage became significantly less. The mental imaginary technique have been used to phobias like irrational fears of
ഒബ്ജക്ട്സ് ആൻഡ് സിറ്റുവേഷൻസ്. ഇവിടെ നമ്മൾ മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടാണ്. ഫാദർ ഓഫ് ലൈഫ് സയൻസ് മെഡിസിൻ ഡീൻ ഓർണിഷ്. ആർട്ടറിയിൽ ബ്ലോക്ക് വന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഒരു വിഷ്വലൈസേഷൻ കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആർട്ടറിയിൽ ഒരു കുഴപ്പമില്ല, ഇറ്റ് വാസ് വർക്കിംഗ് എന്ന്. ആ ഒരു മെൻ്റൽ ഇമേജ് വർക്ക് ചെയ്യുന്നത് വഴി സാവധാനം സാവധാനം അയാളുടെ ആർട്ടറിയിലുള്ള ബ്ലോക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മെൻ്റൽ ഇമേജസും പലതരം ഫോബിയാസിനെയും ക്യൂർ ചെയ്യാനായിട്ട് മെൻ്റൽ ഇമേജിനറിക്ക് കഴിയും എന്നാണ് നമ്മുടെ ഫാദർ ഓഫ് ലൈഫ് സ്റ്റൈൽ മെഡിസിൻ ആയ ഡീൻ ഓർണിഷ് പറയുന്നത്. ന്യൂ ഡിസിപ്ലിൻ കോൾഡ് psychoneuroimmunology has emerged which emphasizes the role played by the mind in strengthening the immune system. ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യേണ്ടതിൻ്റെ അത്യാവശ്യം, മൈൻഡിൻ്റെ പവർ വർദ്ധിപ്പിക്കാനായിട്ട് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സ്ട്രെങ്തനിങ് ചെയ്യേണ്ട അത്യാവശ്യമുള്ളതാണ് എന്ന് സൈക്കോന്യൂറോ ഇമ്മ്യൂണോളജി എന്ന ശാഖ നമ്മളെ പഠിപ്പിക്കുന്നു. It helps to study the interaction between the mind, the nervous system, and immune system. The mind-body connection proved that stress and depression may impact the immune system. Robert Adler is the father of psychoneuroimmunology, and psychologist of psychoneuroimmunology says that laugh and be well. Psychoneuroimmunology എന്ന് പറയുന്നത് പുതിയൊരു പഠനശാഖയാണ്. സൈക്കോന്യൂറോ ഇമ്മ്യൂണോളജി പറയുന്നത് നമ്മുടെ മൈൻഡിൻ്റെ പഠനത്തിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വളരെ വലിയ റോളുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇൻടാക്റ്റ് ആണെങ്കിൽ നെർവസ് സിസ്റ്റം, ഇമ്മ്യൂൺ സിസ്റ്റം ഇൻടാക്റ്റ് ആണ്, ഒരു കുഴപ്പമില്ല. അതുമായി നല്ലൊരു ഇൻട്രാക്ഷൻ മൈൻഡിനുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ്സിനെയും ഡിപ്രഷനെയും ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് കഴിയും എന്നാണ് പറയുന്നത്. So the psychoneuroimmunologist says that, dear students, always laugh and be well. നിങ്ങൾ ചിരിച്ചുകൊണ്ട് സന്തോഷമായിരിക്കും, സുഖമായിരിക്കും. ചിരിക്കുന്നത് എപ്പോഴും ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എംപവർ ചെയ്യുന്നതിനുള്ള ഒരു മാർഗമാണ് എന്നാണ് സൈക്കോ ഇമ്മ്യൂണോളജിയുടെ ഫാദറായ റോബർട്ട് ആഡ്ലർ അടക്കമുള്ളവർ പറയുന്നത്. Then we are moving on to the activity 1. Imagine and visualize yourself in the following situation. Mention 3 psychological processes involved in each situation. I will choose 3 situations for you from the textbook which everyone should have to face in real life situation. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 10 റിയൽ ലൈഫ് സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള 3 റിയൽ ലൈഫ് സിറ്റുവേഷനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നത്. യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഹാസ് ഹേർട്ട് യു, യു ആർ അപ്പിയറിംഗ് ഇൻ എൻ എക്സാം, യു ആർ എക്സ്പെക്റ്റിംഗ് ആൻ ഇമ്പോർട്ടൻറ്റ് വിസിറ്റർ. ഈ 3 സിറ്റുവേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിക്കുക, നോട്ടിൽ എഴുതുക, ആൻഡ് ഡിസ്കസ് യുവർ ആൻസേഴ്സ് വിത്ത് ദി ടീച്ചർ ആൻഡ് classmates. So let's go through the summary of the key points we learned today. നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിലുള്ള അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പഠിക്കാനുമുള്ളൂ. ബാക്കി ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മാത്രം മതി. കഴിയുന്നതും ഈ സ്ലൈഡുകൾ മാത്രം വായിച്ചാൽ മതി, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പോലും വായിക്കേണ്ട. അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പോർഷനിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് ഉള്ളൂ. At first, we have analyzed the exotic experiences and then psychology as a multidisciplinary discipline. Importance should be given to the scientific study and variable methods. Then we understand psychology as a part of natural science. It is a combination of hypothetico-deductive model and an evolutionary approach. Importance is given to empirical research in psychology. Again, we studied psychology as a social science, focusing on individuals and communities in their
socio-cultural and psychological environments. We also found that though there is an innate relationship between mind and behavior, but mind has a separate entity from the brain. നമ്മൾ ആദ്യം 2 എസോട്ടറിക് എക്സ്പീരിയൻസസിനെ പറ്റി പഠിച്ചു. പിന്നെ സൈക്കോളജി ഒരു മൾട്ടി ഡിസിപ്ലിനറി ഡിസിപ്ലിൻ ആണെന്ന് പഠിച്ചു. ഒരുപാട് ഡിസിപ്ലിൻസ് ഒന്നു ചേർന്ന ഒരു സാധനമാണെന്ന് പഠിച്ചു. ഏതൊക്കെ ഡിസിപ്ലിൻസ് അതിൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് നമ്മൾ കൂടുതലായിട്ട് അനലൈസ് ചെയ്തു. നിങ്ങൾക്ക് ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ഒരുപാട് ഡിസിപ്ലിനെ കുറിച്ച് നമ്മളവിടെ ഡിസ്കസ് ചെയ്തു. അതൊക്കെ നിങ്ങൾ പഠനത്തിന് ശേഷം എക്സ്പ്ലോർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ദെൻ നാച്ചുറൽ സയൻസ് ആണെന്ന് പറഞ്ഞു സൈക്കോളജി. അതിൻ്റെ ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് മോഡലും ഒരു എവല്യൂഷണറി അപ്രോച്ചും നാച്ചുറൽ സയൻസുകാർ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ദെൻ സൈക്കോളജി ആസ് എ സോഷ്യൽ സയൻസ് ആണെന്ന് പറഞ്ഞു. സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട സൊസൈറ്റീനെ കുറിച്ചും സമൂഹത്തിൽ നടക്കുന്ന സൊസൈറ്റിയുടെ കൾച്ചറിനെ പറ്റിയും ഒരു കൾച്ചർ എങ്ങനെ വ്യക്തിയെ മാറ്റുന്നു അല്ലെങ്കിൽ എങ്ങനെ വ്യക്തികൾ ഒരു കൾച്ചറിനെ ഫോം ചെയ്യുന്നു, സൊസൈറ്റിക്ക് വ്യക്തിയെ മാറ്റിയെടുക്കുന്നതിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് നമ്മളൊരു കൊച്ചു സ്റ്റോറിയിൽ കൂടെ പഠിച്ചു. ദെൻ മൈൻഡ് ആൻഡ് ബിഹേവിയർ. മൈൻഡ് ആൻഡ് ബിഹേവിയർ പറയുന്നു മൈൻഡിനും ബിഹേവിയറിനും സെയിം എൻറ്റിറ്റി അല്ല, അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ് ഉള്ളതെന്ന് പറയുന്നു. We have also studied about 4 personalities in between the class. 2 of them were the Nobel Prize winners, Roger Wolcott-Berry in neuroscience and Roger Penrose in physics. Dean Ornish is considered to be the father of life medicine, and Robert Adler is the father of psychoneuroimmunology. Robert Adler and his psychoneuroimmunology says that, dear students, please laugh and be well. So in the next class, we will go through the discipline psychology in detail. If you want to attend live classes, contact Richiees Tuition Center in this number 8330856169. Thank you for watching. Please like, share and subscribe and comment to support my work. See you in the next class. Bye bye.